അതിനാൽ പ്രിയരെ, a tree that wants to touch the sky must extend its roots down to earth. The more it has to grow upwards, the more it has to grow downwards. So, to rise in life, we must be down to earth, humble and grateful. Yes, we must be humble in our lives. പരിശുദ്ധ സഭ ദൈവമാതാവിൻ്റെ ശൂന്യം നോമ്പ് ഭക്തിയാദരോടെ കൂടി കൊണ്ടാടുന്ന ഈ ദിനങ്ങളിൽ ദൈവമാതാവിൻ്റെ വിനയത്തോടുള്ള ജീവിതം ആസ്പദമാക്കി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കും എളിമയുള്ളവരാകാം. ഒരു ക്രിസ്ത്യൻ എന്ന നിലയിൽ ക്രിസ്തുവിനെ അനുഗമിക്കുക മാത്രമല്ല, അനുകരിക്കുന്നവരുമാകണം. അനുകരിക്കുക എന്നാൽ കർത്താവിൻ്റെ സ്വഭാവം പകർത്തുക എന്നാണല്ലോ. ക്രിസ്തുവിനെ പറ്റി നാം പഠിക്കുമ്പോൾ ഏറ്റവും വിനയത്തോടെ പിതാവിൻ്റെ ഹിതം അറിഞ്ഞു ജീവിച്ച വ്യക്തി എന്നതായിരുന്നു. താൻ ദൈവമായിരിക്കെ ആ സാദൃശ്യം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവരായിരുന്നു. വിനയമല്ലെങ്കിൽ താഴ്മയുടെ മറ്റു രൂപമാണ് അനുസരണയും താഴ്മയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:5 പറയുന്നു, താഴ്മയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമായി അനുഭവിക്കും. ആത്മാവിൻ്റെ ഫലങ്ങളിലൊന്നാണ് വിനയം. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. പരിശുദ്ധ മീഖായുടെ പുസ്തകം 6:8 പറയുന്നു, നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, ദൈവം മുമ്പാകെ വിനീതനായി ജീവിതം നയിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? എപ്പോഴും വിനയത്തിൻ്റെയും സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മാതൃകയായി നമുക്ക് മുന്നിലുള്ളത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതമാണ്. യോവാക്കിം ഹന്ന ദമ്പതികൾ പ്രാർത്ഥിച്ചു നേടിയ മറിയം എന്ന പെൺകുട്ടി 3 വയസ്സ് മുതൽ ദേവാലയത്തിൽ ആരാധനയുടെയും സ്തോത്രങ്ങളുടെയും സ്വരം കേട്ട് വളർന്ന ആ പെൺകുട്ടി, ലോകത്തിൻ്റെ കളങ്കമറിയാത്ത ആ പെൺകുട്ടി, തൻ്റെ ഏകജാത മാതാവാകാൻ പിതാവ് തിരഞ്ഞെടുത്ത ആ പെൺകുട്ടിയെ തന്നെ മാലാഖ പറയുന്നു, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, നീ ഗർഭവതിയൊരു പുത്രനെ പ്രസവിക്കും. ആ കന്യക പൂർണ്ണ വിനയത്തോടും പൂർണ്ണ സമർപ്പണത്തോടും അത് ഉൾക്കൊണ്ടു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലും ഭവിക്കട്ടെ എന്ന് ലൂക്കോസ് 1:38 കാണാൻ സാധിക്കും. തുടർന്ന് വായിക്കുമ്പോൾ തനിക്ക് ലഭിച്ച പദവികൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് കാണാം. വീണ്ടും എലിസബത്തിനെ കാണാൻ പോയ അവസരത്തിൽ മാതാവ് ദൈവത്തെ മഹത്വപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. A soul that is truly humble refuses her own praise, and should praises be bestowed upon her, she refers them all to God. അതെ, ദൈവത്താൽ ഉയർത്തപ്പെടേണ്ടതിന് മാനുഷികമായ താഴ്മ അനിവാര്യമാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശൂന്യ നോമ്പ് ഭക്തിയാദരോടെ കൂടി കൊണ്ടാടുന്ന ഈ സമയത്ത് നമുക്കും മാതാവിൻ്റെ മധ്യസ്ഥ അർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ബലഹീനതകളെല്ലാം ബോധ്യപ്പെടുത്തുന്ന ഒരു ഹൃദയംഗമായ വിനയഹൃദയം എന്നിൽ വന്ന് നിറയണമേ. അമ്മയെപ്പോലെ എല്ലാം ദൈവത്തിലേക്ക് പരാമർശിക്കുകയും അവനിൽ നിന്ന് എല്ലാം പ്രതീക്ഷിക്കുകയും എല്ലാം അവനിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയം എന്നിൽ വന്ന് നിറയണമേ. മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഏക സ്രോതസ്സായ ദൈവത്തിന് ആദരവ് നേടിത്തരുന്ന ഒരു എളിമയുള്ള ഹൃദയം എന്നിൽ വന്ന് നിറയണമേ. ആമേൻ. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.